നിമിഷം വരെ ഇപ്പോൾ ഇരിക്കുന്ന ഈ നിമിഷം ഒരാൾ പോലും എന്റെ പാർട്ടിയിലുള്ളവർ എന്നെ എതിർത്ത് പറഞ്ഞിട്ടില്ല. മുഴുവൻ പേരും ഇപ്പോഴും ഈ അസംഘടിക്ക നമ്മളെ വർക്കിംഗ് ചെയർമാൻ അതായത് ഇപ്പോഴും വിളിച്ച് അഭിനന്ദിച്ചു. പിന്നെ നമ്മുടെ ഷൈജോ ഹസൻ 100% പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാവരും നമുക്ക് അനുകൂലം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തില് ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പല ആൾക്കാരും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വലിയൊരു ശക്തിയിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. അപ്പൊ ആ പോയതിൽ ആരെങ്കിലും ഒക്കെ തിരിച്ചു വരും? എത്രയോ പേര് ഇന്നലെ മുതൽ വിളിച്ചോണ്ട് ഈ ഫോൺ വരുന്ന ഫോൺ മുഴുവൻ ആയിക്കോട്ടെ, ഈ ഫോൺ മുഴുവൻ ഇങ്ങോട്ട് വരുന്നും പറഞ്ഞാൽ വിളിക്കുക. അത് തന്നെയല്ല, ഇന്ന് വരെ തന്നെ നമ്മളെ എതിർത്തോണ്ടിരുന്ന പല ആളുകളും വിളിച്ച് ഞങ്ങളും PC യോഗത്തിൽ BJP ചേരാൻ പോകുന്നു, ഞങ്ങളെ സഹായിക്കണമെന്ന് പറയണ്ടായി. ഒത്തിരി ഫോൺ വന്നുകൊണ്ടിരിക്കുക. ആ എല്ലാ ആളുകളും BJP ചേർക്കുമ്പോൾ സംശയം വേണ്ട. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത് അതെനിക്ക് അത്ഭുതം തോന്നിയത്. അപ്പൊ മലപ്പുറം പോലും ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്ന പറഞ്ഞാൽ വലിയ സംഭവം നിസ്സാരകാരിയല്ലല്ലോ. ഉണ്ടാവും. കേരളത്തിൽ ലയന സമ്മേളനം ഇന്ന് വേണമെന്നുള്ള നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാം തീയതി ചർച്ചയുണ്ട്. അത് ഒന്നുകൂടെ ഡൽഹിയിൽ പോയിട്ട് അവിടെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. അമിത്ഷാ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അമിത്ഷാ വരുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ലയന സമ്മേളനം നടത്താനുള്ള സാധ്യതയാണുള്ളത്.